ഇതൊരു ചെറിയ സ്റ്റഡി വ്ലോഗാണ്. രാവിലെ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും. വാവ നല്ല ഉറക്കമാണ്. പൊതുവേ അവളൊരു 8 മണി 8:30 ആ സമയത്താണ് ഇപ്പം അധികവും എണീക്കാറുള്ളത്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി. ഇന്നിവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു. കാരണം അച്ഛനും അമ്മയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. ഞങ്ങളുടെ വീടിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു സപ്പോട്ട മരമുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയത് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ആ മരം. ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അടിച്ചു വരാനൊന്നും ഉണ്ടാവില്ല. ഇത് വീട്ടിലെ കുടംപുളിയാണ്. ഞങ്ങൾ പൊതുവേ ഇപ്പോൾ കറികൾക്കെല്ലാം കുടംപുളിയാണ് യൂസ് ചെയ്യാറുള്ളത്. കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കമ്പിയിൽ കോർത്തിട്ട് പുകയ്ക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് കളറാവും. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. കുറേ കാലം നിൽക്കും കേട്ടോ. ഇന്നൊരാൾ പതിവിലും വിപരീതമായിട്ട് നേരത്തെ എണീച്ചു. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് കൊലായിലൊക്കെ വന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അവളെ എടുത്ത് റൂമിലേക്ക് പോയി. റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്തിയതും ഇതാണിപ്പോൾ പരിപാടി. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുക. ഇതുവരെ ഇങ്ങനെ നീന്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ മുട്ടിട്ട് ചെയ്യാനും നടക്കാനൊന്നും ആയിട്ടില്ല. അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയാണ്. ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ തലയെങ്ങാനും ഇടിക്കുകയോ കരുതിയിട്ട് ഞാൻ എപ്പോഴും അവളെ കൂടെ തന്നെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുവാവ ഉറങ്ങി. ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയപ്പോൾ ഈ വെള്ളം കണ്ടു. ഇത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ്. ഇവിടുത്തെ അമ്മയും അതുപോലെ എൻ്റെ ഹസ്ബൻഡും കുടിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. എനിക്കെന്തോ കുടിക്കാൻ തോന്നിയില്ല. ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും പ്രോപ്പർട്ടീസ് ഉള്ളതൊക്കെ ആയിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കിടത്തിയിട്ടൊരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല. അവൾ വീണ്ടും എണീച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഭക്ഷണം കൊടുക്കാണ്. ഇപ്പോൾ 7 മാസമായി. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അവൾക്ക് ഇപ്പോൾ എല്ലാ ഭക്ഷണങ്ങളൊന്നും പറ്റില്ല. നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫുഡ് സെർച്ച് ചെയ്യലാണ് എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ കുഞ്ഞുവാവേനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് പോയി. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് കറണ്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ നേരെ തറവാട്ടിലേക്ക് പോയി. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാടാണ് കേട്ടോ. എനിക്ക് ഈ വീടും പരിസരവും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഗേറ്റ് കടന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇരുവശങ്ങളിലും തെങ്ങ് കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല വീടിൻ്റെ മുന്നിൽ തന്നെ മാവുണ്ട്, പിന്നെ കണിക്കൊന്നയുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ ചെടികളും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ തെങ്ങ് നല്ല രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഭാഗത്തൊരു കുറച്ച് ലാൻഡ് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ഒരിക്കൽ ഇതിൻ്റെ വീഡിയോ എല്ലാം ചെയ്യാം. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് എം മോഹനൻ്റെ ഒരിക്കൽ എന്ന പുസ്തകം കണ്ടത്. പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെ വരികൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്കെന്നും നല്ലത് വരട്ടെ. ഞാൻ പറയുമ്പോൾ രസം ഉണ്ടാവില്ല. ഇൻസ്റ്റഗ്രാമിൽ ഒരാൾക്കൂട്ടത്തിൽ ഒരുവൻ എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഉണ്ട്. അതിൽ ആ ഒരു പയ്യനുണ്ട്. അവൻ പറയുന്നത് വളരെ രസത്തിൽ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോവും. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ എൻ്റെ വാവയ്ക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ മാംഗോ പ്യൂരി ഉണ്ടാക്കിയിട്ട് കസിനാണ് കേട്ടോ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ നോട്ട് പ്രിപ്പറേഷനിലേക്ക് കടന്നു. ഏകദേശം ഒരു 4 ആഴ്ചത്തെ PSC ബുള്ളറ്റ് എനിക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് അത് കവർ ചെയ്യാമെന്ന്. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ജൂൺ മാസത്തെയും അതുപോലെ മെയ് ലാസ്റ്റത്തെയും മെയ് 15th PSC ബുള്ളറ്റിനിൽ RBI റിലേറ്റഡ് നോട്ട്സ് ഉണ്ട്. അത് വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള നോട്ട്സാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യേൻ്റെ റിപ്പോ റേറ്റ്, മൊണറ്ററി പോളിസി, അത് മൊണറ്ററി പോളിസി ആയിട്ടുള്ള റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അപ്പം SLR, CRR, നല്ല വൃത്തിക്കുള്ളൊരു നോട്ടാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും വൃത്തിയുള്ളൊരു നോട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോട്ടൊക്കെ എഴുതിയെടുത്തു. പിന്നെ കറണ്ട് വന്നപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. പോകുന്നതിന് മുമ്പ് ഞാൻ മേമീൻ്റെ ചെടികളും എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. എനിക്ക് PSC ബുള്ളറ്റിൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിടോ ആ എക്കണോമിക്സിൻ്റെ നോട്ട്സ് ഉണ്ടല്ലോ. എനിക്ക് പൊതുവേ ഞാൻ ലക്ഷ്യേൻ്റെ പബ്ലിക്കേഷൻസും ഒരുപാട് പബ്ലിക്കേഷൻ വായിച്ചിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ഓവറായിട്ടുള്ള ഇൻഫർമേഷൻസാണ് അതിലുള്ളത്. പക്ഷേ ഇത് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഭയങ്കര ക്രിസ്പായിട്ടുള്ള ഇൻഫർമേഷൻ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് വെരി ഈസി ടു റിറ്റെയിൻ ഇൻ ദ മെമ്മറി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ജൂൺ 1st വീക്കിൻ്റെയും അതുപോലെ തന്നെ മെയ് 15th ആണ് PSC ബുള്ളറ്റിൻ നോക്കേണ്ടത്. ടെലിഗ്രാമിൽ PDF ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ പറ്റുമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.